ഇത് തലച്ചിറ ജംഗ്ഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പെരുന്നാളിൻ്റെ തലേന്ന് ഞങ്ങളിവിടെ ചിരട്ടക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നപ്പോൾ ഇവിടെ പോത്തിനെ വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ എത്തി. അപ്പം പെരുന്നാളിൻ്റെ തലേന്നായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ പോത്തിറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. സത്യം ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ അന്നൊരു ലൈവ് ഇട്ടായിരുന്നു. ഇതിപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായി അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴാണ് ഇത് ഫേസ്ബുക്കിൽ ഇപ്പം നമ്മൾ ഇടാൻ പോകുന്നത്. നല്ല അടിപൊളി പോത്ത് ഇറച്ചിയാണ് കേട്ടോ. അപ്പം ഈ പെരുന്നാൾ നാളെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ധൃതിപ്പെട്ട് ഒരുപാട് പേര് ഓടി വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. അവർക്കും നല്ല തിരക്കാണ്, കാരണം നല്ല ഫ്രഷ് ഇറച്ചിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് തലച്ചിറ ജംഗ്ഷനിൽ തന്നെയാണ്, വൈദ്യശാല ജംഗ്ഷനിൽ. അപ്പോൾ ഞാനും സജിയുണ്ട്. സജിയുടെ കാർ വാർഷികം ഇരുന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് അതുപോലെ ഇറച്ചി സെറ്റായിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. എനിക്കെന്ത് പറയാൻ വേണ്ട, എനിക്കൊരു കിലോ മതി. അപ്പം ടോട്ടൽ 4 കിലോ മേടിച്ചു. ഇത് ഞങ്ങൾക്കുള്ള ഇറച്ചിയാണ് എടുക്കുന്നത്. പക്ഷെ ഈ തിരക്ക് കാരണം അവർക്ക് ഇത് പീസാക്കാൻ പറ്റില്ല. അവർ പറയുന്ന ഇറച്ചി തൂക്കി മുഴുവനും ഞാൻ കൊടുക്കുകയാണ്. ഇത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രാത്രി ഇന്ന് ഇറച്ചി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ 8-9 മണിയൊക്കെ ആവറായി. നേരെ ഇറച്ചി കട്ട് ചെയ്യുന്നതൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ. പടപടാന്ന് കട്ട് ചെയ്യാൻ പറ്റും, കാരണം നല്ല കിടന്ന് ഇറച്ചിയായിരുന്നു. ഉരുളക്കിഴങ്ങെല്ലാം സെറ്റ് ചെയ്തു. അപ്പം നല്ല വിറവുണ്ടായതുകൊണ്ട് പടപടാന്ന് വിറവെടുപ്പി കാര്യങ്ങൾ കിടക്കും. അച്ഛൻ കഞ്ഞി കുടിച്ചായിരുന്നു. അതുകൊണ്ട് ഇനി രാത്രിയിൽ അച്ഛൻ ഇത് കൊടുക്കണ്ടെന്ന് വെച്ചു. അച്ഛൻ കടന്നു. ഇനിയിപ്പം നാളെ രാവിലെ അച്ഛന് കാപ്പിയുടെ കൂടെ കൊടുക്കാം. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചി റെഡിയായി. ഒരു 4 പൊറോട്ട മേടിച്ചു. പൊറോട്ടയും ഇറച്ചിയോടെ കഴിച്ചു. കുറേ നാൾക്ക് ശേഷമാണ് പൊറോട്ട കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ കഞ്ഞി കുടിച്ച് കിടന്നുകൊണ്ടാണ് പിന്നെ അച്ഛന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നാളെയും രാവിലെയും ഉച്ചയ്ക്കൊക്കെ അച്ഛന് ഈ കറി കൊടുക്കും. അപ്പോഴൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.